എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇപ്പോൾ ഞാൻ ചക്കുളത്തുകാവിലമ്മയെ കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർഭാഗമാണ്. ഇന്ന് നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ചും ഉപദേവതകളെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും അറിയാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. ഇത്തരത്തിലുള്ള പുരാണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അതിനെല്ലാവരും ശ്രദ്ധ പുലർത്തുക. ഐതിഹ്യങ്ങൾ അറിയണം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും നമുക്കറിയണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. പലവരും ഐതിഹ്യങ്ങളെക്കുറിച്ച് അറിയാനോ ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാനോ ശ്രമിക്കുന്നില്ല. പോകുക, വരിക, ഇത്രയേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഈ ചെയ്തോടത്തോളം അധികം ആൾക്കാർ ഇതൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കത് അറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഭക്തരാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള പുരാണങ്ങൾ പറയുമ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കി പഠിച്ച് വയ്ക്കുക, അറിവ് നേടുക. മനസ്സിലാവേണ്ട. അതിനാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. എനിക്കറിയുന്ന അറിവ് ഞാൻ മൂടി വയ്ക്കാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളും അറിവുള്ളവരായി തീരട്ടെ എന്ന് കരുതിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പോൾ ചക്കുളത്തുകാവ് ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ചക്കുളത്തുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ തലപ്പാടി പഞ്ചായത്തിൽ നിരാറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിന് മേൽപ്പൂരയില്ല. കാരണം വനദുർഗ സങ്കല്പമാണ്. ആദിപരാശക്തിയായി അമ്മ വനദുർഗ സങ്കല്പത്തിലാണ് അവിടെ കുടികൊള്ളുന്നത്. 8 കരങ്ങൾ, അതിലായുധങ്ങൾ, 2 കരങ്ങളിൽ അഭയം വരം, വലത്തെ കൈയിലെ അഭയം, ഇടത്തെ കൈയിൽ വരം, എന്നിട്ട് ഒരു തൃശൂലം ഇങ്ങനെ ചാരി അമ്മയുടെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട്. മേൽവസ്ത്രമില്ല, നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. പിന്നെ പല ക്ഷേത്രങ്ങളിൽ പല ദേവത സങ്കല്പത്തിനും മേല് വസ്ത്രമില്ലാതെ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ചോറ്റാനിക്കരാമം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദേവി സങ്കല്പങ്ങൾ മാതൃക കൂടുതൽ മാതാവ്, അതായത് അമ്മ എന്നുള്ളത് കൂടുതൽ മാതൃത്വം നിറഞ്ഞു നിൽക്കുന്ന പ്രതിഷ്ഠകൾക്കാണ് മേൽവസ്ത്രമില്ലാത്തത്. കാരണം നമ്മളെല്ലാവരും പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അമ്മയുടെ മടിത്തട്ടിലിരുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് അമ്മയ്ക്ക്. അത്രയും മാതൃത്വം നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പങ്ങൾക്ക് മാത്രമാണ് മേൽവസ്ത്രമില്ലാത്ത മാറുപുറത്തേക്ക് ഇട്ടിട്ടുള്ളതായുള്ള രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? പിന്നെ പ്രധാനപ്പെട്ടിട്ട് അവിടെ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നാളിൽ നടക്കുന്ന പൊങ്കാലയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ചക്കുളത്തുകാവ് അറിയപ്പെടുന്നത്. സ്ത്രീകളെ അവിടെ പൂജിക്കുന്നു, ആദരിക്കുന്നു. അതിനാൽ സർവ അനുഗ്രഹത്തോടും സർവ ഐശ്വര്യത്തോടു കൂടി മഹാലക്ഷ്മി അവിടെ വിളങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീയെ എവിടെ ബഹുമാനിക്കുന്നുവോ ആചരിക്കുന്നുവോ അവിടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് ചക്കുളത്തുകാവ് പ്രധാനമുണ്ട്. പിന്നെ ഉപദേവതമാർ ഗണപതി, ശിവശങ്കരൻ, ഹനുമാൻ, വിഷ്ണുദേവൻ, സാസ്താവ്, യക്ഷി, നവഗ്രഹം, സുബ്രഹ്മണ്യൻ എന്നെല്ലാ പ്രതിഷ്ഠകളും അവിടെയുണ്ട്. പിന്നെ അവിടെ വിളിച്ചൊല്ലി പ്രാർത്ഥന, മദ്യപാനം നിർത്താനായി സത്യം ചൊല്ലൽ, സത്യം ചെയ്യിക്കൽ, നാരിപൂജ, വർഷത്തിൽ ഒരു ദിവസം നാരിപൂജ, സ്ത്രീകളെ ഇരുത്തി
പൂജിക്കുക. ഒരു സ്ത്രീയെ ഇരുത്തി ദേവത സങ്കല്പത്തിൽ പൂജിക്കുന്നതായിട്ടുള്ള ഒരു ചടങ്ങാണത് ഗൗരി പൂജ. അതൊരു ഭക്തയുടെ കഥയാണ്. ഇതൊക്കെ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് എത്തിക്കാം, ഒക്കെ കേൾക്കണം. കാര്യസാധ്യ അഭിഷേകം. നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കയറി പോയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഉള്ളിൽ കയറി പോയിട്ട് അഭിഷേകം ചെയ്യാനോ പൂജിക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് കഴിയും. ഭഗവതി, സരസ്വതി, നാഗങ്ങൾ സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു മൊന്ത തീർത്ഥം തരും. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യം എന്തോ അത് ഉണർത്തിക്കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്ത് ദേവതയെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഒരു പൂജയാണ് കാര്യസാധ്യ പൂജ. പിന്നെ പൊങ്കാല പറഞ്ഞല്ലോ, നവരാത്രിക്കും പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് അവിടെ നടത്തി പോരുന്നത്. ഇതൊക്കെ ഓരോന്നോരോന്ന് വിശദമായിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയ നാരിപൂജ, വിളിച്ചൊല്ലി പ്രാർത്ഥന, ഗൗരി പൂജ, ഇതൊക്കെ ഞാൻ ഓരോരോ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അതിൻ്റെ ഐതിഹ്യം നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അപ്പോൾ ഒരു ചെറിയൊരു ധാരണ ചക്രത്തുകാട് ക്ഷേത്രത്തെക്കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഐതിഹ്യങ്ങൾ അറിയണം. വെറുതെ അവിടെ ഇവിടെയും പോയി തൊഴുതിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലുണ്ടാവോ? നമ്മൾ ഭക്തരല്ലേ, നമ്മൾക്ക് എന്താ പിന്നെ അറിയേണ്ടത്? ഭക്തിപരമായ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ ഫലം ഇരട്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ഉണർത്താൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഉറക്കം നടിച്ചു കിടത്തണവനെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അവൻ നടിച്ചു കിടക്കുകയാണ്, അവൻ എഴുന്നേൽക്കില്ല. ആ സമയം ഒരാൾ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചാൽ അവൻ എഴുന്നേൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഓരോന്ന് അറിഞ്ഞ് നമ്മൾ ചെയ്യണം. അറിഞ്ഞു ഭജിച്ചാൽ ലഭിക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അതുകൊണ്ട് ഇതുപോലെയുള്ള പുരാണ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. എന്തെല്ലാം കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തിയ പോരാ, അത് കേൾക്കുക. ആ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം കോരിത്തരിക്കുകയും വേണം. അവിടെ ആ ശക്തി നിങ്ങളുടെ അരികിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കൂ.